പഞ്ചാബ് എഫ് സി അവരുടെ റൈറ്റ് വിങ് സ്ട്രോങ് ആക്കാൻ നിന്തോയ് മീത്തെ ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് സൈൻ ചെയ്യുന്നു. ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തെ എത്തിക്കുന്നത്. ഇറ്റ്സ് ഒഫീഷ്യൽ. ഇതേപറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നന്നായിട്ട് കളിക്കുന്ന ഒരു റൈറ്റ് വിങ്ങേഴ്സിൽ ഒരാളാണ് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ലെവലിലേക്ക് ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പം കഴിഞ്ഞ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും 19 മാച്ചിൽ 2 ഗോളും 1 അസിസ്റ്റുമാണ്. അത്യാവശ്യം ഗെയിം ടൈമും ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പം സ്റ്റിൽ 22 ആണ്. ഒരു സീസൺ മതി ചിലപ്പം ഇതേപോലത്തെ ഗോൾ അടിക്കാനും അല്ലെങ്കിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും എന്നുള്ള ലെവലിലേക്കൊക്കെ വരാൻ. അതാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്റ്റാറ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആ ഒരു പെർഫോമൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും സ്റ്റാറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈലി പ്രൊഫൈലായിട്ടുള്ള ഒരു ഇന്ത്യയിലെ റൈറ്റ് വിങ്ങറായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പം ആരോസിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണ്ടർ-17 വേൾഡ് കപ്പ് ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഒരു പ്ലെയറാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിലെത്തി. അതിനുശേഷമൊക്കെയാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും ഈ ഒരു പഞ്ചാബ് എഫ് സിയിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് വിങ്ങർ ആകാനുള്ള സാധ്യതകൾ എന്താണെങ്കിലും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി അവർ നിഹാൽ എന്ന് പറയുന്ന മറ്റൊരു പ്ലെയർ ഇപ്പോൾ KBFC-യിൽ നിന്ന് ലോണിലെത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. എന്താണെങ്കിലും മറ്റ് ഒരു സൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർജിയോ ലമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ ഗോകുലം കേരള എഫ് സി സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വിദേശ താരമാണ്, അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 31 വയസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലൊക്കെ കളിക്കാനുള്ള ഒരു എബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഡിപ്പോർട്ടിവോ അലാവസിൻ്റെ ഒരു യൂത്ത് സിസ്റ്റമൊക്കെ വഴി ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം സ്പാനിഷ് ലീഗുകളിൽ തന്നെയാണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. കൂടുതലും തേർഡ് ടയറിലാണ് കളിച്ചത്, അതിൻ്റെ 100 മത്സരത്തിന് മുകളിൽ. അതുപോലെ സെഗുണ്ടയിൽ 33 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലാലിഗയിൽ ഒരു എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ കോപ്പ ഡെൽ റേ അല്ലെങ്കിൽ യൂറോപ്പ ലീഗിൻ്റെ ക്വാളിഫയിങ് സ്റ്റേജ് അങ്ങനത്തെയൊക്കെ ചില മത്സരങ്ങളിലൊക്കെ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം കളിച്ചത് ബൊളീവിയൻ ടോപ്പ് ടയറിലാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗോകുലം കേരളയിലേക്ക് വരുന്നത്. ഫിന്നിഷ് ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഐ ലീഗിലേക്ക് ഒരു താരത്തെ എത്തിക്കുന്ന സമയത്ത് പ്രൊഫൈൽ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന താരം എന്ന് വേണം നമുക്ക് ഈ ഒരു സെർജിയോ ലമാസ് എന്ന് പറയുന്ന താരത്തിനെ പറയാൻ. അതുപോലെ ജിയാദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻഡറെ സൈൻ ചെയ്യുന്നു. ഗോകുലത്തിൻ്റെ റിസർവ്സിലൊക്കെ കളിച്ച പ്ലെയറാണ്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെ താരമാണ്. അതായത് KPL വിൻ ചെയ്തിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നൊരു പ്ലെയറാണ്. പറഞ്ഞ പോലെ ഡിഫൻഡറാണ്. ഒരു ലൂക്ക സോക്ക ക്ലബിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നൊരു പ്ലെയറാണ്. സ്റ്റിൽ ഒരു യങ് ആണ്, ഒരു 22 ഇയർ ഓൾഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സോ ഇത്തവണ എങ്ങനെ ഗോകുലത്തിലൊരു സ്ഥാനം കണ്ടെത്തുമെന്നുള്ളതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. കാണുകയാണ്. സനിയ.